അന്ന് ഭാഗ്യത്തിന് ജോണച്ചനായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ കുർബാന ചൊല്ലിയത്. അപ്പൊ അമ്മച്ചി പറഞ്ഞു വേഗം പോയി അച്ഛൻ്റെ എന്ന് കൈ തലയിൽ തൊട്ടും അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു. എന്നിട്ടാണ് പ്രസംഗിക്കാൻ പോയത്. അങ്ങനെ ഒരു പ്രസംഗകനായി മാറി. പിന്നീട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനും കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. നമ്മൾ പറയുന്ന വിശ്വാസം എന്താണ്, നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസം, അത് മറ്റുള്ള വിശ്വാസം അത് വേർതിരിക്കുന്നത് എന്താണ് എന്നെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. ഇതിനകത്ത് എനിക്ക് ഇങ്ങനെ ഒരു നില എനിക്ക് കൈവരിക്കാൻ സാധിച്ചതില്ല. പ്രത്യേകിച്ചും ചീഫ് സെക്രട്ടറി എന്നതിലുപരിയായിട്ട് ദൈവവചനം സംസാരിക്കാൻ എനിക്ക് ഒരു അനുഗ്രഹം നൽകിയത് അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും എന്റെ മാതാപിതാക്കളാണ്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും, പേരൻസ് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പേരൻസിന് എന്താണ് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ ഉള്ളത്. നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഏറ്റവും മികച്ച സൗകര്യങ്ങൾ കൊടുക്കണം, ഏറ്റവും നല്ല കോളേജിൽ പഠിപ്പിക്കണം, അവരെ നല്ല ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, മികച്ച ആളാക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നാം ചെലവഴിക്കും. പേരൻസ് രക്ഷകർത്താക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഉത്തരം മാത്രമേ ഉള്ളൂ. പേരൻസിന് രക്ഷകർത്താക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. ഒന്ന്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് വേരുകൾ കൊടുക്കണം, രണ്ട് ചിറകുകളും കൊടുക്കണം. വേരുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ സംരക്ഷിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ അവർക്ക് നല്ല വേരോട്ടം ഉണ്ടാവണം. ആ വേരുകൾ കൊടുക്കുക. പിന്നെ അവർക്ക് പറന്നു പോകാൻ കഴിവുള്ള ചിറകുകൾ അവർക്ക് സമ്മാനിക്കുക. ഇത് രണ്ടും കൊടുത്താൽ നിന്നിലെ മുകുളം നിന്നിൽ നിന്നും വിരിഞ്ഞിടട്ടെ എന്നാണ് എടശ്ശേരി പാടിയിട്ടുള്ളത്. ആ കുഞ്ഞുങ്ങളിലുള്ള മുകുളം ആ ഒറ്റ സ്വയമേ വിരിഞ്ഞുകൊള്ളും. ഇതാണ് എന്റെ പേരൻസ്, എന്റെ രക്ഷകർത്താക്കള് എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. വിശ്വാസ പ്രമാണങ്ങൾ എന്താണ് എന്ന് പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നു. എപ്പോഴും എന്നോട് പറയും, മോനെ എല്ലാ സമയത്തും എല്ലാ നേരത്തും ഏത് സമയത്തും ഒരു വാക്ക് നിന്റെ മനസ്സിൽ നാവിലുണ്ടാവണം. എന്താണ് കുറിയലായിസോൾ എന്ന വാക്ക്? അന്ന് കുട്ടിയായിരുന്നപ്പോ എനിക്ക് മനസ്സിലാവുമായിരുന്നില്ല എന്താണ് ഈ കുറിയലായിസോൾ എന്ന് പറഞ്ഞാൽ. പിന്നീട് പിൽക്കാലത്ത് ഞാൻ കസാൻ സാക്കിസിന്റെ ഒരു നോവൽ വായിച്ചു. വളരെ മനോഹരമായൊരു പുസ്തകമാണ് ലോർഡ്സ് പോപ്പർ എന്ന പേരിലൊരു പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ഈ പുസ്തകം സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസിസിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ പോലെയുള്ള ഒരു പുസ്തകമാണ്. സെയിന്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ വിശുദ്ധൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരു വലിയ ധനാഠ്യന്റെ അദ്ദേഹത്തിന് എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ സുഖസൗകര്യങ്ങളിലും അദ്ദേഹം അതിൽപ്പെട്ട് ജീവിതം തോന്നിയാസങ്ങൾ കാണിച്ച് എല്ലാ വൃത്തികേടുകളും കാണിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളായി ജീവിച്ചിരുന്ന അവസരത്തിലാണ് കർത്താവ് അവന് പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ വീടും പറമ്പും സർവ്വതും ഉപേക്ഷിച്ചു. വസ്ത്രങ്ങൾ പോലും ഉപേക്ഷിച്ചു. കീറിപ്പറഞ്ഞ ഒരു വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം പോയി നടന്ന് എരന്ന് ഭിക്ഷ വാങ്ങി ഭക്ഷിച്ച് അനുചരന്മാരോടൊപ്പം ഒരു വലിയ ഒരു സന്യാസ സമൂഹം അദ്ദേഹം ഉണ്ടാക്കി. അതാണ് അസിസി സെന്റ് ഫ്രാൻസിസ്കൻ മിഷണറീസ്. അങ്ങനെ ഈ സെന്റ് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്: എല്ലാ ദിവസം പ്രഭാതം പൊട്ടിക്കൊടരുമ്പോൾ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ എല്ലാ പ്രകൃതി ജാലങ്ങളിലും വീഴുമ്പോൾ എല്ലാവരും, ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും, അത് അമേരിക്കക്കാരും യൂറോപ്യൻസും ഏഷ്യക്കാരും ചൈനക്കാരും ആഫ്രിക്കക്കാരും എല്ലാവരും, പിന്നെ എല്ലാ മൃഗങ്ങളും എല്ലാ വൃക്ഷലതാദികളും എല്ലാവരും കൂടി ഒരുമിച്ച് രാവിലെ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ വീഴുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കുറിയെ ഇലൈസോൺ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ പറഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഫ്രാൻസിസ് പറയുന്നുണ്ട്. എന്താ പ്രിയപ്പെട്ടവർ ഇതിന്റെ അർത്ഥം? കുറിയെ ഇലൈസോൺ. നമ്മുടെ ആരാധനാകളിൽ എത്ര പ്രാവശ്യമാണ് നാം ഇത് പറയുന്നത്, എത്ര പ്രാവശ്യമാണ് നമ്മൾ ഇത് ആവർത്തിക്കുന്നത്. ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്നാണ് ഈ രണ്ട് പദങ്ങളുടെ അർത്ഥം. നമ്മൾ ഒരുമിച്ച് കുറിയെ ഇലൈസോൺ ഒറ്റ വാക്കിൽ പറയും.
ദൈവമേ എന്നോട് കരുണ തോന്നണമേ. ഒരു ഓർത്തഡോക്സ് വിശ്വാസിക്ക് എപ്പോഴും പറയാൻ കൊള്ളാവുന്ന പ്രാർത്ഥന ഇതാണ്. ഈ പ്രാർത്ഥനകൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ, കളിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, TV കാണുമ്പോൾ, എവിടെ പോയാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്, മനസ്സിൽ നിന്ന്, മനസ്സിന്റെ അഗാധതയിൽ നിന്ന് കുഴിയിലായിസോൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇന്റർമിറ്റന്റ് പ്രയർ ആണത്. ദൈവമേ എന്നോട് കരുണ തോന്നുന്നു. ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹാവ് മെർസി ഓൺ മീ എ സിന്നർ. ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹാവ് മെർസി ഓൺ മീ എ സിന്നർ എന്ന് നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അടിസ്ഥാനമാകേണ്ടുന്നത് ഇതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ജീവിതത്തില് ഞാനൊരു IAS ഓഫീസർ ആകണം എന്നായിരുന്നില്ല എന്റെ ആഗ്രഹം. ഒരു മന്ത്രി ആകണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. കാരണം അതാണല്ലോ ഏറ്റവും നല്ല പണി. അതിൽ കവിഞ്ഞൊരു പണി ഈ ലോകത്തിൽ, ഈ ഇന്ത്യയിൽ കിട്ടാനില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആവുന്ന ശ്രമിച്ചതാണ്. കോളേജിലൊക്കെ പഠിച്ചപ്പോഴുള്ള രാഷ്ട്രീയമൊക്കെ കളിച്ച് രാഷ്ട്രീയ നേതാവായിട്ട് നടന്ന് ഒരു ഫസ്റ്റ് മേക്ക് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പണി നമുക്ക് പറ്റിയതല്ല. അപ്പൊ പിന്നീട് സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്താ എന്ന് അന്വേഷിച്ചു. സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സിവിൽ സർവന്റ് ആവുന്നതാണ്. അങ്ങനെ MA ക്കൊക്കെ പഠിച്ചപ്പോഴ് ഈ രാഷ്ട്രീയമൊക്കെ മതിയാക്കി സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചിട്ട് പരീക്ഷ എഴുതി. ദൈവാനുഗ്രഹത്തായ പരീക്ഷയിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ജയിച്ചു. എനിക്ക് ഈ ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ ജോലിയിലേക്ക് എന്നെ ആകർഷിക്കുന്നത് എന്താ? ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. നമ്മളൊരു സിവിൽ സർവന്റ് എന്ന് പറയുമ്പോൾ ഒരു നല്ല സേവകനാണ്. ആ സേവകൻ എങ്ങനെയുള്ളവനായിരിക്കണം? ഗ്രീക്കുകാർക്ക് ഒരു ദേവനുണ്ട്. ഗ്രീക്കിലെ ഒരു ദേവന്റെ പേരാണ് ജാനസ്. ജാനസ് എന്നൊരു ദേവനുണ്ട്. ആ ജാനസ് എന്ന ദേവൻ ഇംഗ്ലീഷിലൊരു പദപ്രയോഗമുണ്ട്. അദ്ദേഹത്തിന് 2 മുഖങ്ങളാണുള്ളത്. മുമ്പിലൊരു മുഖം, പിന്നിലൊരു മുഖം. അവിടെ നമ്മുടെ രാമായണത്തിലെ രാവണനെ പോലെ 10 മുഖങ്ങളുള്ള ആളല്ല ജാനസ്. അപ്പൊ ഞാൻ രാവണനെ എപ്പോഴും ഡെപിക്ട് ചെയ്യുമ്പോഴും ഒരു മുഖവും 10 മുഖങ്ങളും ഉള്ള ഒരാളുടെ പടമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ വിചാരിക്കും, പാവം, എന്ത് കഷ്ടപ്പാടായിരിക്കും, ഒന്ന് തിരിയണമെങ്കിൽ എന്തോരം പ്രയാസമാണ്. അപ്പൊ അത് വലിയ പ്രയാസമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ജാനസ് അങ്ങനെയല്ല. ജാനസിന് 2 മുഖങ്ങളാണ്, മുമ്പിലൊന്ന്, പിന്നിലൊന്ന്. ഈ 2 മുഖങ്ങളുള്ള ജാനസിന് മുമ്പിൽ നിന്ന് ആര് വന്നാലും പിന്നിൽ നിന്ന് ആര് വന്നാലും അവനെ ഉടനെ കാണാൻ സാധിക്കും. അത് നമ്മൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ട ഏറ്റവും നല്ല 2 മുഖങ്ങളാണ്. കാരണം മുമ്പിൽ നിന്ന് വരുന്ന എതിരാളിയെ കാണും, പാർട്ടിയുടെ അകത്തുനിന്നും പുറത്തുനിന്നും പിന്നിൽ നിന്ന് കുത്താൻ വരുന്നവനെ കാണാൻ കഴിയണം. അതിന് 2 മുഖങ്ങൾ നല്ലതാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഒരു സിവിൽ സർവന്റിനും ഇതുപോലെ 2 മുഖങ്ങൾ വേണം. എന്തിനാണെന്നോ? ഒന്നാമത്തെ മുമ്പിലുള്ള മുഖം നാം നിയമം എന്ത് അനുശാസിക്കുന്നു, നിയമം എന്ത് പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു മുഖം വേണം. അതോടൊപ്പം തന്നെ ഈ നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട കഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ ക്ലേശങ്ങൾ വേറുന്ന ആളുകളെ കണ്ടെത്താനുള്ള മറ്റൊരു മുഖവും നമുക്ക് വേണം. അത് പിന്നിലെ മുഖം. ഇതുപോലെ 2 മുഖങ്ങളും കൂടി സമന്വയിക്കുമ്പോഴാണ് നല്ലൊരു സിവിൽ സർവന്റ്, ഒരു പൊതു സേവകനായി മാറുന്നത്. അങ്ങനെ ഒരു സേവകനായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ആഗ്രഹത്തിന് നേരിടുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫസ്റ്റ് സർവീസിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഈ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല. ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാവാം. അവരൊക്കെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാവാം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് യാചനകൾ, സങ്കടയാചനകൾ അർപ്പിക്കുന്നവരാവാം. പലപ്പോഴും നമ്മൾ വിചാരിക്കും, നമ്മളൊക്കെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ മാറാത്തതെന്താ, നമ്മുടെ പ്രതിബന്ധങ്ങൾ തകരാത്തതെന്ത്, നീങ്ങാത്തതെന്ത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഞാനും ഈ പറഞ്ഞെങ്കിലും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. കഴിഞ്ഞ 10-25 വർഷങ്ങളായി ഇല്ലാത്ത ഒരു കേസിൽ എന്റെ പേര് ഉൾപ്പെടുത്തി എന്നെ ഒരുപാട് ഹരാസ് ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി, ആ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഒരുപാട് സങ്കടയാചനകൾ നടത്തി. പലപ്പോഴും അത് ഫലപ്രദമായി കണ്ടില്ല. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, ഇതെന്തേ എന്റെ പ്രശ്നങ്ങൾ മാറാത്തത്, എന്റെ യാചനകൾ കർത്താവ് കേൾക്കാത്തത് എന്താ, എനിക്ക് വേണ്ടി എന്റെ കൂട്ടുകാർ അർപ്പിക്കുന്ന സങ്കടയാചനകൾ കേൾക്കാത്തത് എന്താണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരിക്കൽ വേദപുസ്തകം ഒന്ന് മറിച്ചു നോക്കി.
ആ മറിച്ചു നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ വായിക്കാത്ത, ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വേദഭാഗം കണ്ടു. മാലാഖയുടെ പുസ്തകം. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ആ മാലാഖയുടെ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ അതിൽ 6-ാം അധ്യായത്തിൽ God sits there like a silversmith എന്ന് എഴുതിയിരിക്കുന്ന വാക്യം കണ്ടു. God sits there like a silversmith. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ദൈവം എന്താ തട്ടാനാണോ? ഇതെന്താ ദൈവം തട്ടാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ദൈവം യഥാർത്ഥത്തിൽ ഒരു തട്ടാനാണ്. അവൻ സ്വർണം അല്ലെങ്കിൽ വെള്ളി പണിയുന്ന ഒരു തട്ടാനാണ്. അവൻ സ്വർണ്ണപ്പണിക്കാരനെ പോലെ, വെള്ളിപ്പണിക്കാരനെ പോലെ അവൻ അവിടെ ഇരിക്കുന്നു എന്ന് മാലാഖി പറയുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയാമോ? തട്ടാൻ എന്താ ചെയ്യുന്നത്? ഒരു സ്വർണ്ണ കഷ്ണം അല്ലെങ്കിൽ ഒരു വെള്ളി കഷ്ണം അതെടുത്ത് ഒരു ചവണയിൽ പിടിച്ചിട്ട് അവൻ തീയുടെ അകത്തേക്ക് അതിനെ ഇങ്ങനെ വെക്കുന്നു. തീയുടെ അകത്ത് തന്നെ വെക്കണം, ഏറ്റവും മച്ചത്തിൽ വെക്കണം. കാരണം അവിടെയാണ് തീക്ക് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്, ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളത് അവിടെയാണ്. അപ്പോൾ ആ ഭാഗത്ത് അങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തീയുടെ ആധിക്യം കാരണം, ഇന്റൻസിറ്റി കാരണം അതിലെ ഇമ്പ്യൂരിറ്റീസ്, അതിലെ അഴുക്കുകളെല്ലാം അലിഞ്ഞു പോകും. അപ്പോൾ തട്ടാൻ തീയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടാവും. അവൻ ഓടിക്കളയില്ല, അവൻ തന്നെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ആ അഴുക്കുകളെല്ലാം മാറിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തട്ടാൻ ഇത് എടുക്കും. എപ്പോഴാണ് തട്ടാൻ ഈ സ്വർണ്ണക്കട്ടി തിരിച്ചെടുക്കുന്നതെന്ന് അറിയാമോ? അവൻ നോക്കുമ്പോൾ ആ സ്വർണ്ണക്കട്ടിയിലേക്ക് അവനും നോക്കും. അവരുടെ മുഖം അതിൽ പ്രതിഫലിക്കുന്നുണ്ടോ, റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ തന്റെ മുഖം അതിൽ കാണാൻ കഴിയുന്നു എന്ന നില വരുമ്പോൾ അവൻ ആ സ്വർണ്ണക്കട്ടി വിടുന്നു. അപ്പോൾ പരിശുദ്ധി ആർജിച്ച പത്തരമാറ്റുള്ള സ്വർണ്ണക്കട്ടിയായി അത് മാറും. അതാണ് അവൻ ഉപയോഗിക്കുന്നത്. ദൈവം തമ്പുരാനും ഇതുപോലെയാണ്. അവൻ ഇതേപോലെ നമ്മളെ ഒരു ചവണയിൽ പിടിച്ച് അഗ്നിക്കകത്ത് അഗ്നിശുദ്ധി വരുത്താൻ വേണ്ടി, നമ്മളിലുള്ള എല്ലാ അഴുക്കുകളും മായ്ച്ചു കളയാൻ വേണ്ടി അവൻ അതിന് ഏറ്റവും ആധിക്യമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ തോന്നും, എന്ത് കഷ്ടമാണ്, എന്തെല്ലാം പ്രയാസങ്ങൾ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് വിചാരിക്കും. ദൈവത്തെ നിഷേധിക്കണമെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം. പക്ഷെ അരുത്, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ എപ്പോഴാണ് അവൻ നമ്മെ തിരിച്ചെടുക്കുന്നത്? എപ്പോഴാണോ ദൈവത്തിന്റെ മുഖം നമ്മളിൽ കൂടെ പ്രതിഫലിക്കുന്നത്, എപ്പോഴാണോ നമ്മൾ അവന്റെ രൂപം, അവന്റെ പേഴ്സണാലിറ്റി നമ്മുടെ ചെയ്തികളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മളിലൂടെ എപ്പോഴാണോ റിഫ്ലക്ട് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളിലും മോചനം ലഭിക്കും. ഇതാണ് അത് പറഞ്ഞ ആ വാക്യത്തിന്റെ അർത്ഥം. ഇത് ഞാൻ എന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളായി നിങ്ങളിവിടെ വരുന്നു, ഈ പള്ളിയിലെ ആരാധനകളിൽ പങ്കെടുക്കുന്നു. ഇത് പങ്കെടുക്കുമ്പോൾ ഓർക്കുക, എനിക്കും പത്തരം മാറ്റുള്ള ഒരു സ്വർണ്ണക്കട്ടിയായി മാറിയേ തീരൂ. അവന്റെ പേഴ്സണാലിറ്റി എന്നിൽ കൂടെ പ്രതിഫലിച്ചേ മതിയാവും. അതുവരെ ഞാൻ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അതിൽ കൂടി കടന്നു പോകാൻ ഞാൻ സന്നദ്ധനാണ്. അത് നേരിടാൻ ഞാൻ ഒരുക്കമാണ്. എനിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു പ്രയാസവും ഉണ്ടാവില്ല. കാരണം എന്റെ തട്ടാൻ എന്റെ അടുക്കൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഈ തീരെ ആധിക്യത്തിലുണ്ടെങ്കിലും, ഞാൻ ഈ അഗ്നി പരീക്ഷ നടത്തുമ്പോഴും അവരെന്നെ കൈവിടുകയില്ല. അതിൽ കൂടി എനിക്ക് വിമോചനം ലഭിക്കും, എനിക്ക് വിടുതൽ ലഭിക്കും. അങ്ങനെ ഞാൻ ഏറ്റവും മികച്ച ഒരാളായി മാറും. ഒരു സത്യവിശ്വാസിയായി, യഥാർത്ഥ ക്രൈസ്തവനായി, കർത്താവിനെ നെഞ്ചിലേറ്റ് നടക്കുന്നവനായി ഞാൻ മാറും എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എനിക്ക് നൽകിയ ഈ സ്നേഹ ഉപഹാരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ.